ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഉത്രാട ദിവസവും തിരുവോണ ദിവസവും നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള തിരക്കും ജോലികളും അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു വീഡിയോയാണ്. നമ്മളെല്ലാ അച്ചാറുകളും ഇട്ടിട്ടുണ്ടായിരുന്നത് ഉത്രാട ദിവസമായിരുന്നേ. വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയായിരുന്നു. നാരങ്ങ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വറുക്കാനായിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു. ഒരു 5 കിലോ കായും അതേപോലെ തന്നെ 5 കിലോ കപ്പയും നമ്മളെടുത്തിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അച്ചാർ ഐറ്റംസായിട്ട് നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക അച്ചാറും ഇഞ്ചി അച്ചാറുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പാവയ്ക്ക അച്ചാറും കൂടി ഉണ്ടാക്കണമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷെ നമ്മൾ ഓണത്തിന് വെക്കാമെന്ന് ഓർത്തിരുന്ന തിരുവോണത്തിൻ്റെ അന്ന്. പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് പാവയ്ക്ക അച്ചാർ നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് ഇത്ര ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പൂവൊരുക്കി രാത്രി ആയപ്പോഴേക്കും പൂവൊരുക്കിയായിരുന്നു. ഈ കാണുന്ന പൂവ് 300 രൂപയുടെ പൂവാണ് കേട്ടോ. 300 രൂപയുടെ കിറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. നിങ്ങളുടെ ഇവിടെയൊക്കെ പൂവിന് ഇതേ റേറ്റ് തന്നെയായിരുന്നു. നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് പൂ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് ഞാനിങ്ങനെ ഓരോ കളറായിട്ട് മാറ്റിയെടുത്തിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ പൂവും അരിഞ്ഞ് ഓരോരോ കിറ്റുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കാണുന്നത് മൊത്തം 300 രൂപയുടെ പോലെ കേട്ടോ. നമ്മുടെ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ്റെ ബാക്കി വന്ന പൂ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ഉൾപ്പെട്ടതാണ് കേട്ടോ. അതല്ലാതെ 300 രൂപയുടെ പൂവിന് ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ തിരുവോണ ദിവസം അത്തയിടാനായിട്ട് നമ്മൾ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിൽ മലർ ശർക്കര അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിട്ട് ആണ് നമ്മൾ പൂവിടാൻ തുടങ്ങുന്നത്. എനിക്ക് അത്തയിടാൻ വരയ്ക്കാനൊന്നും നല്ലോണം അറിയില്ല കേട്ടോ. ഞാൻ വരച്ച് കൊളാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അത് അനിയൻ പറയുന്നുണ്ട്, ഇതിങ്ങനെയല്ല വരയ്ക്കണ്ട, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അനിയൻ ഓരോന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അതൊന്നും കൂടി മാറ്റി. അതിനകത്തുണ്ടായിരുന്നെങ്കിൽ ഒരു 5 എതൾ പോലെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം എടുത്ത് മാറ്റിയിട്ട് 4 എണ്ണാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് അത്തയിട്ടിട്ടുണ്ടായിരുന്നത്. ഇത് അമ്മയ്ക്ക് അമ്മയുടെ കമ്പനിയിലോട്ട് ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്ത ഫോട്ടോയാണ് കേട്ടോ. അതാണ് എൻ്റെ അമ്മ. ഇതാണ് നമ്മൾ ഇട്ട് കൊളാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അത്തമേ. നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് 3 അത്ത ഇടും കേട്ടോ. മെയിനായിട്ടൊരു വലിയ അത്തവും പിന്നെ 2 ചെറിയ അത്തവും കൂടി ഇടും. പിന്നെ ഒരു പൂപ്പടയും കൂടി നമ്മൾ കൂട്ടി വയ്ക്കും. പൂപ്പടയുടെ അകത്ത് നമ്മളൊരു തുമ്പച്ചെടിയും കൂടി നട്ട് വയ്ക്കുവേ. അതിൻ്റെ അകത്ത് നമ്മൾ ഈ പൂ വന്നിട്ട് മാറ്റിരുന്നത് 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കുവേ. നമ്മൾ ഓണത്തിൻ്റെ അന്ന് അടയും കൂടി ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ വിളക്കത്ത് വയ്ക്കുന്ന ആ ഏലക്കകത്തും അട വയ്ക്കും. പിന്നെ നമ്മൾ ഓരോ അത്തയിട്ടില്ല 3 അത്തയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, ആ 3 അത്തത്തിൻ്റെ കൂടെയും നമ്മൾ ഓരോ അടയും വയ്ക്കും. പിന്നെ ഓരോ ചന്ദനത്തിരിയും കൂടി നമ്മൾ എല്ലായിടത്തും കുത്തിവയ്ക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഇതിനെ തുടർന്നുള്ള വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് കിട്ടുന്നതാണേ. എല്ലാം ഇട്ട് കഴിഞ്ഞ് എല്ലാം റെഡി ആയപ്പോഴേക്കും ഞങ്ങളൊരു സെൽഫിയും കൂടി എടുത്ത്, ഞാനും അച്ഛനും അമ്മയും അമ്മമ്മയും കൂടി. അനിയൻ സെൽഫി എടുക്കാൻ വന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചത്തേക്കുള്ള സദ്യക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കുമായിരുന്നു. നമ്മൾ അവിയലുണ്ടാക്കി. അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞിട്ട് അവിയലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ നമ്മൾ എല്ലാ സാധനത്തിനുള്ള തേങ്ങ ഒരുമിച്ച് നമ്മൾ ചുരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് അനിയനെ നമുക്ക് ചുരണ്ടി തന്നെ. ഓണാകുമ്പോഴേക്കും ഒരുപാട് വിഭവങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ 1 അല്ലെങ്കിൽ 2 പേര് അടുക്കളയിൽ കിടന്ന് പയറ്റുന്നതിലും നല്ലതല്ലേ കൂടുതൽ പേര് പയറ്റുന്നത്. പിന്നെ നമ്മൾ തോരൻ, നമ്മൾ ക്യാബേജും ക്യാരറ്റും കൂടി അരിഞ്ഞിട്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈനാപ്പിൾ ഇട്ട് മോര് കാച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് ഇട്ടിട്ട് നമ്മൾ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കിയിട്ടായിരുന്നു. പിന്നെ മെയിൻ ഐറ്റം പപ്പടം. നമ്മൾ പായസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സേമിയ പായസമാണ്. നമ്മൾ ആദ്യമായിട്ടാണ് സേമിയത്തിൻ്റെ മിക്സ് വാങ്ങിച്ചിട്ട് സേമിയ പായസം ഉണ്ടാക്കുന്നത്. സാറിന് നമ്മളിങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് വാങ്ങിച്ചിട്ട് ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. നമ്മൾ മോരിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ചതച്ചിട്ട് നമ്മൾ മോരിലേക്ക് ഇട്ട് മോര് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഉള്ളിക്കറി. നമ്മൾ ഉള്ളിക്കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു രസവും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. രസത്തിന് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ്, പപ്പടം, നെല്ലിക്ക അച്ചാർ, പരിപ്പ് കറി, വെളുത്തുള്ളി അച്ചാർ, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, പിന്നെ ഇത് അവിയൽ, കാളൻ, നമ്മുടെ ബീട്രൂട്ട് പച്ചടി, മോര് കറി, തോരൻ, ഉള്ളിക്കറി, ഇഞ്ചിക്കറി, പിന്നെ നമ്മുടെ രസവും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ വിളക്കത്ത് ഇലയിട്ടു,
പപ്പടം വെച്ചു, പഴം വെച്ചു, ശർക്കര വരട്ടിയും ചിപ്സും, പിന്നെ നമ്മൾ ചിക്കടയും കൂടി വെച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ഈ ചിക്കട. പിന്നെ നമ്മൾ മാങ്ങാച്ചാർ, അങ്ങനെ നമ്മുടെ സദ്യയുടെ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ വിളമ്പുവാണ്. നെല്ലിക്കാച്ചാർ വന്ന്, വെളുത്തുള്ളി അച്ചാർ, നാരങ്ങ അച്ചാർ, പിന്നെ ഉള്ളിക്കറി വെച്ച്, ഇഞ്ചി അച്ചാർ, ബീട്രൂട്ട് കറി, തോരൻ, അവിയൽ, പിന്നെ നമ്മുടെ ചോറിൻ്റെ പുറത്തോട്ട് നമ്മൾ കുറച്ച് പരിപ്പ് കറിയും കൂടി വയ്ക്കുന്നുണ്ട്. നമ്മൾ വിളക്കത്ത് വയ്ക്കുന്നതുകൊണ്ടാണ് എല്ലാം ചോറിൻ്റെ ഉള്ളിൽ തന്നെ ഒഴിക്കുന്നത്. ഇത് കാളനും പച്ചമോരും രസവും കൂടി നമ്മൾ ഒഴിച്ചു, പായസവും കൂടി വെച്ചു. നമ്മുടെ എല്ലാ കറികളും കൂട്ടി നമ്മളിത് വിളക്കത്ത് ചോറ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓണാഘോഷ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു.